ഒരു വൺ മാൻ ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു മിസ്റ്റർ അനന്ത്. ചേട്ടാ നമസ്കാരം. ടൈറ്റാനിയത്തിലെ ഉദ്യോഗസ്ഥനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ജോലിക്കിടയിലും മിമിക്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് സ്കൂൾ ടൈം തൊട്ട് മിമിക്രി ഒക്കെ ചെയ്യാറുള്ളതാണോ? സ്കൂൾ ടൈം അല്ല, പ്രീ ഡിഗ്രി മുതലാണ് എനിക്ക് മിമിക്രി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആഹാ, ഇങ്ങനെ ഒരു കല ഉറങ്ങി കിടപ്പുണ്ടെന്ന് അന്നേരം മനസ്സിലാക്കുന്നത്. പിന്നെ കോളേജിലൊക്കെ മിമിക്രിയിൽ മത്സരത്തിൽ കോളേജ് തലത്തിൽ നമുക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ 96 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഓ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് രാമചന്ദ്രൻ്റെ കൗതുക വാർത്താ വായന മുതൽ അങ്ങോട്ട് 1-2 സിനിമാ നടന്മാരുടെയൊക്കെ ശബ്ദം, രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ശബ്ദം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതിനിപ്പോൾ എന്താ, ആകാശവാണിയിലൂടെ വാർത്താ വായന രംഗത്ത് തങ്കലിപികളാൽ കുറിക്കപ്പെട്ട ഒരു ശബ്ദമാണ്, ഒരു വ്യക്തിത്വമാണ് രാമചന്ദ്രൻ്റെ വാർത്താ വായന എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കൗതുക വാർത്താ വായനയോടുകൂടി ഞാൻ തുടങ്ങട്ടെ. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇറ്റലിയിലാണ് സംഭവം. സ്ത്രീകൾ ഇനി പുടികം വടിക്കുകയോ ചുരണ്ടുകയോ വേണ്ട. അവിടെ ഒരു പുരിക സംഹാരി കണ്ടുപിടിച്ചിരിക്കുന്നു അത്രേ. അധിക പുരികമുള്ളിടത്ത് ഈ പുരിക സംഹാരി പുരട്ടുകയേ വേണ്ടൂ, പുരികം താനെ പൊഴിഞ്ഞു പോകും. എന്നാൽ ഏതൊരു ഔഷധത്തിനുമുണ്ട് ഒരു പ്രതിപ്രവർത്തനം. ടു എവറി ആക്ഷൻ ദയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കഷണ്ടിക്കാരുടെ തലയിൽ ഈ ഔഷധം പുരട്ടുകയാണ് എങ്കിൽ മുടി താനെ കിളിർത്തു വരും. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം 7 ഗോളിന് അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ദുഃഖസൂചകമായി 7 ദിവസം 7 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ദുഃഖസൂചകമായ അന്തരീക്ഷത്തിൽ അറിയിച്ചു. എന്നാൽ അടിച്ചാൽ തിരിച്ചടിക്കുകയില്ല എന്ന ഒരു ഗാന്ധിയൻ ആദർശമാണ് തങ്ങൾ കളിയിലുടനീളം പ്രദർശിപ്പിച്ചത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ അതനു ഭട്ടാചാര്യ അറിയിച്ചു. കൗതുക വാർത്തകൾ ഇനി അടുത്ത ഞായറാഴ്ച 12:45. അടിപൊളി, സൂപ്പർ. മലയാള കഥാപ്രസംഗവേദിക്ക് പുത്തനുണർവ് കൊടുത്ത മഹാനായ കാഥികൻ വി സാംബശിവൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരൽപ്പം ഞാൻ അവതരിപ്പിക്കുകയാണ്. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന കഥാപ്രസംഗം ലോക സാഹിത്യത്തിൽ ആ കഥ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നായകൻ ഇതാ കടന്നു വരുന്നു. ഒഥല്ലോ 6-6.5 അടി പൊക്കം, അതിനൊത്ത ആരോഗ്യം, ചിരട്ടക്കഴി, എണ്ണ ചാലിച്ച് ദേഹത്തെ വാരിത്തേച്ച നിറം, കർത്താവിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ച പോലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, മിസ്റ്റർ ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഡെസ്റ്റമന, DESDEMONA, ഡെസ്റ്റമന. ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹം സധൈര്യം ചോദിക്കൂ. അദ്ദേഹം പറയും അപ്സരസാണെൻ്റെ ഡെസ്റ്റമൻ. ഡെസ്റ്റമന എന്ന് അദ്ദേഹം തീർത്ത് വിളിക്കുന്നില്ല, ഡെസ്റ്റമൻ. പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ പങ്കജാക്ഷി എന്ന് നീട്ടി വിളിക്കുമോ? പങ്കി എന്നല്ലേ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ ഡെസ്റ്റമൻ പാടുമാടും സുഹൃൽ സമ്മേളനങ്ങളിൽ. അടിപൊളി. ഇപ്പൊ ഞാൻ ബാക്കി കഥ കേൾക്കാൻ ഇരിക്കുകയായിരുന്നേ. ശരിക്കും ഒരു കഥാപ്രസംഗം കേട്ടിരിക്കണമല്ലോ. ഇത് അനുകരണമാണല്ലോ എന്നുള്ള കാര്യം മറന്നേ പോയി. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിൻ്റെ. പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. ശുഭദിനെ, അന്നൊരിക്കൽ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എന്നെ അപമാനിച്ചു. നിന്നോട് ഇച്ചിരി ഉമിക്കിരി ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. ആ ഉമിക്കിരി ചോദിച്ചിട്ട് തരാത്തയാളുടെ ചായ ഞാൻ കുടിച്ചതുമില്ല. മണ്ടിപ്പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആ ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ തിലകൻ ചേട്ടൻ്റെ ഒരു വലിയ സുന്ദരമായ മനോഹരമായ ഒരു സീനുണ്ട്.
അതിൻ്റെ ഒരു വോയിസ് ഓക്കെ. ആ നവംബർ 26 എന്ന് പറയുന്നത് വൃശ്ചികപ്പത്ത് ശനിയാഴ്ച തൃക്കേട്ടയാണല്ലോ. അർക്കാരമന്ദവാരേഷു ക്രിയതേ നാദിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒരുമിച്ച് വന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികൾ ആരെങ്കിലും കുറിച്ച് തന്നിട്ടുള്ളതാണോ? ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം. വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 25 തിങ്കളാഴ്ച നോക്കിയാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും. അറിയോ, വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ ഈ പെൺകുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ തനിച്ച് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വില കൂടിയ ശ്രീധരൻ. സൂപ്പർ. അടുത്തതായി ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ നരേന്ദ്രപ്രസാദും മോഹൻലാലും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ സീനാണ്. ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കുളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കണോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരീക്ഷ. കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം നടക്കണം. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. പക്ഷേ നിനക്കറിയാം നടക്കില്ല എന്ന്. അപ്പോൾ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുകയാണല്ലേ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റ് എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താവുമുണ്ട്. എടോ അപ്പൻ എന്ന് പേരുള്ള ചെറ്റ്, താൻ ആരാടോ? തൻ്റെ കളരിയും മർമ്മവിധിയും തരികളും നമ്പരും എല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ മുമ്പിൽ. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തൻ്റെ അറയിലോ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൻ്റെ ഉള്ളിലോ താൻ കൊണ്ടുവച്ചിരിക്കുന്ന തിരുവാഭരണത്തിൻ്റെ ആമാടപ്പെട്ടി താൻ തന്നെ കൊണ്ടുവരും. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥനെയും മണ്ണ് വിട്ടു പോകും. അടുത്തതായി പഴയ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ചന്തുവിൻ്റെ പ്രസിദ്ധമായ ആ ഡയലോഗ് ഒന്ന് അവതരിപ്പിക്കുകയാണ്. പ്ലീസ്. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പം മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തിളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാർ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണ്ട നിങ്ങളുടെ നാട്ടിൽ. ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചുകൊണ്ട് ചന്തുവിൻ്റെ ആയുധ ഇടപാട് ഒരു ചർച്ചാ വിഷയമാക്കി ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിയാൽ എങ്ങനെയിരിക്കും എന്നൊന്ന് അനുകരിക്കുകയാണ്. അപ്പോൾ ആയുധ ഇടപാടിനെ കുറിച്ച് ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ആയുധങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിരട്ടാമെന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. ഊരിപ്പിടിച്ച ആയുധങ്ങളുടെ ഇടയിലൂടെ പേടിയില്ലാതെ നടന്നു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ഇനി കോഴ ഇടപാടിൻ്റെ കാര്യം പറയാം. അങ്ങനെ ഒരു കാര്യം ചന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടും അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനെന്താ സംശയം? അതാണല്ലോ ഞങ്ങളുടെ നയം. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ കോഴ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അടുത്തതായി ഈ വിഷയത്തിൽ VS അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ചുരുക്കി വിളക്കിക്കാനായിട്ട് മിസ്റ്റർ ചന്തു കൊല്ലന് 16 ഗോൾഡൻ കോയിൻസ് കൊടുത്തു എന്നാണ് ആരോപണം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് കോഴ തന്നെ, കോഴ കോഴ. താങ്ക് യു വെരി മച്ച്. സോ ആനന്ദേട്ടാ, ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ചുമ്മാതല്ല 96-ലെ യൂണിവേഴ്സിറ്റി വിന്നർ ആയത്. അന്ന് മാത്രമല്ല, അന്ന് വിന്നറായിട്ട് ഇത് മടക്കി വീട്ടിൽ വെച്ചിട്ട് ഉദ്യോഗത്തിന് മാത്രം പോവല്ലായിരുന്നു എന്നുള്ളതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ഒരു തകർപ്പൻ പെർഫോമൻസ്
ഒരുപാട് സന്തോഷം കണ്ടതിൽ. താങ്ക് യു സോ മച്ച്.